എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഒന്നാം അപ്പീൽ അധികാരി അപ്പീലിന്മേൽ തീർപ്പ് കൽപ്പിക്കേണ്ട സമയപരിധി 30 ദിവസം. ഒന്നാം അപ്പീൽ അധികാരി അപ്പീലിന്മേൽ തീർപ്പ് കൽപ്പിക്കേണ്ട സമയപരിധി 30 ദിവസം. താമസിച്ചതിനുള്ള കാരണം രേഖാമൂലം നൽകുന്ന പക്ഷം പരമാവധി 45 ദിവസം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ആദ്യ അപ്പീലിന്മേൽ മറുപടി ലഭിച്ചത് മുതൽ 90 ദിവസം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ആദ്യ അപ്പീലിന്മേൽ മറുപടി ലഭിച്ചത് മുതൽ 90 ദിവസം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ലഭിച്ച അപേക്ഷയാണെങ്കിൽ എത്ര ദിവസത്തിനകം അപേക്ഷകന് വിവരം നൽകണം? 35. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴി ലഭിച്ച അപേക്ഷയാണെങ്കിൽ 35 ദിവസത്തിനകം അപേക്ഷകന് വിവരം നൽകണം. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുകയാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകുന്നതിനുള്ള സമയപരിധി എത്ര ദിവസമാണ്? 40 ദിവസം. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുകയാണെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകുന്നതിനുള്ള സമയപരിധി 40 ദിവസമാണ്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഒരു അപേക്ഷ മറ്റൊരു അധികാര സ്ഥാനത്തിന് കൈമാറേണ്ടതുണ്ടെങ്കിൽ അപേക്ഷ ലഭിച്ച തീയതി മുതൽ എത്ര ദിവസത്തിനകം ചെയ്തിരിക്കണം? 5 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഒരു അപേക്ഷ മറ്റൊരു അധികാര സ്ഥാനത്തിന് കൈമാറേണ്ടതുണ്ടെങ്കിൽ അപേക്ഷ ലഭിച്ച തീയതി മുതൽ 5 ദിവസത്തിനകം അത് ചെയ്തിരിക്കണം. രണ്ടാം അപ്പീലിന്മേൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന് അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് തീരുമാനമെടുക്കാനുള്ള സമയപരിധി പരാമർശിച്ചിട്ടില്ല. രണ്ടാം അപ്പീലിന്മേൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന് അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് തീരുമാനമെടുക്കാനുള്ള സമയപരിധി പരാമർശിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ ഒരു A4 പേജിന് അപേക്ഷകൻ അടയ്ക്കേണ്ടത് എത്ര രൂപയാണ്? 3 രൂപ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ ഒരു A4 പേജിന് അപേക്ഷകൻ അടയ്ക്കേണ്ടത് 3 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരത്തിന് കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി നൽകുകയോ ചെയ്തെന്ന് വിവരാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരത്തിന് കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി നൽകുകയോ ചെയ്തെന്ന് വിവരാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഓരോ ദിവസവും 250 രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ എത്ര മണിക്കൂറിനുള്ളിൽ നൽകണം? 48 മണിക്കൂറിനുള്ളിൽ. ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ 48 മണിക്കൂറിനുള്ളിൽ നൽകണം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വിവരം അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം നൽകിയിരിക്കണം? 45 ദിവസം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വിവരം അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം? 45 ദിവസത്തിനകം നൽകിയിരിക്കണം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ്? 10 രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ പതിക്കേണ്ടത് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ഓൺലൈനായി പ്രസിദ്ധീകരിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ഓൺലൈനായി പ്രസിദ്ധീകരിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ.
വിവരാവകാശ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടക്കേണ്ട പരമാവധി തുക 25,000 രൂപ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടക്കേണ്ട പരമാവധി തുക 25,000 രൂപ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതെന്ന് 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2005 ഓഗസ്റ്റ് 1. വിവരാവകാശ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2005 ഓഗസ്റ്റ് 1. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2019 ഭേദഗതി പ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണ്? 3. 2019 ഭേദഗതി പ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി 3 വർഷമാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. വിവരാവകാശത്തെ മൗലികാവകാശമാക്കിയിരിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? 19(1)(a). വിവരാവകാശത്തെ മൗലികാവകാശമാക്കിയിരിക്കുന്നത് 19(1)(a) അനുച്ഛേദം പ്രകാരമാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? സെക്രട്ടറി. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? സെക്രട്ടറി. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ ഏതാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ജമ്മു കാശ്മീർ. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇപ്പോൾ ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ പ്രദേശം ഏത്? നിലവിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ബാധകമാണ്. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ പ്രദേശം നിലവിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും വിവരാവകാശ നിയമം ബാധകമാണ്. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങളേവ? തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യമോ കഴിവുകേടോ. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യമോ കഴിവുകേടോ. വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ പിൻവലിക്കപ്പെട്ട നിയമം ഏത്? 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ പിൻവലിക്കപ്പെട്ട നിയമമാണ് 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഇന്ത്യയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപേക്ഷ സമർപ്പിച്ചതാരെ? ഷാഹിദ് രാസ ബർണി. ഇന്ത്യയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപേക്ഷ സമർപ്പിച്ചത് ഷാഹിദ് രാസ ബർണി. വിവരാവകാശ നിയമത്തിൽ വരാത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഷെഡ്യൂൾ 2. വിവരാവകാശ നിയമത്തിൽ വരാത്ത സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഷെഡ്യൂൾ 2. വിവരാവകാശ നിയമത്തിൽ വരുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഷെഡ്യൂൾ 1. വിവരാവകാശ നിയമത്തിൽ വരുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഷെഡ്യൂൾ 1. വിവരാവകാശ നിയമപ്രകാരം A4 പേപ്പറിൽ വിവരം ലഭിക്കുന്നതിന് ഒരു പേജിന് എത്ര രൂപയാണ് അടക്കേണ്ടത്? 3 രൂപ. വിവരാവകാശ നിയമപ്രകാരം A4 പേപ്പറിൽ വിവരം ലഭിക്കുന്നതിന് ഒരു പേജിന് 3 രൂപയാണ് അടക്കേണ്ടത്. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണം. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി എത്ര ദിവസമാണ്? 90. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 90 ദിവസമാണ്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ.
വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശ നിയമപ്രകാരം ഓഫീസിൽ നേരിട്ട് പരിശോധിക്കുന്നതിന് എത്ര മണിക്കൂറാണ് സൗജന്യം? 1 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ഓഫീസിൽ നേരിട്ട് പരിശോധിക്കുന്നതിന് 1 മണിക്കൂറാണ് സൗജന്യം. തുടർന്നുള്ള ഓരോ മണിക്കൂറിനും 5 രൂപ വീതം നൽകണം. തുടർന്നുള്ള ഓരോ മണിക്കൂറിനും 5 രൂപ വീതം നമ്മൾ നൽകണം. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണം. നമ്മൾ പഠിച്ചു അല്ലെ? വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണം. വിവരാവകാശ നിയമത്തിന് എത്ര അധ്യായങ്ങളാണുള്ളത്? 6 അധ്യായങ്ങൾ. വിവരാവകാശ നിയമത്തിന് 6 അധ്യായങ്ങളാണുള്ളത്. അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ എത്ര വർഷം പിന്നോട്ടുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുക? 20 വർഷം. അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ 20 വർഷം വരെ പിന്നോട്ടുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്പാലിനെ കുറിച്ചാണ്. ജൻ ലോക്പാൽ ബിൽ അവതരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് 2011 ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിയ സാമൂഹിക പ്രവർത്തകനാണ് അണ്ണാ ഹസാരെ. ജൻ ലോക്പാൽ ബില്ല് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2011 ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിയ സാമൂഹിക പ്രവർത്തകനാണ് അണ്ണാ ഹസാരെ. ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം 1968. ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ച വർഷം 1968. ആദ്യത്തെ ജൻ ലോക്പാൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ശാന്തി ഭൂഷൺ. വർഷം 1968. ആദ്യത്തെ ജൻ ലോക്പാൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ശാന്തി ഭൂഷൺ. വർഷം 1968. പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ജൻ ലോക്പാൽ ബില്ല് പരാജയപ്പെട്ടത്? രാജ്യസഭ. പാർലമെന്റിന്റെ രാജ്യസഭയിലാണ് ജൻ ലോക്പാൽ ബില്ല് പരാജയപ്പെട്ടത്. ലോകത്ത് ആദ്യമായി ഓംബുഡ്സ്മാൻ സംവിധാനം നിലവിൽ വന്ന രാജ്യം സ്വീഡൻ. ലോകത്താദ്യമായി ഓംബുഡ്സ്മാൻ സംവിധാനം നിലവിൽ വന്ന രാജ്യം സ്വീഡൻ. വർഷം 1809. പാർലമെന്ററി കമ്മീഷണർ എന്ന പേരിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ കോമൺവെൽത്ത് രാജ്യമാണ് ന്യൂസിലാൻഡ്. വർഷം 1962. പാർലമെന്ററി കമ്മീഷൻ എന്ന പേരിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നിലവിൽ വന്ന ആദ്യ കോമൺവെൽത്ത് രാജ്യമാണ് ന്യൂസിലാൻഡ്. വർഷം 1962. ലോക്പാലും ലോകായുക്തയും രൂപവൽക്കരിക്കാൻ നിർദ്ദേശിച്ച് മൊറാർജി ദേശായി അധ്യക്ഷനായ 1ാം ഭരണപരിഷ്കാര കമ്മീഷൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് റിപ്പോർട്ട് നൽകിയ വർഷം 1966 ഒക്ടോബർ 20. ലോക്പാലും ലോകായുക്തയും രൂപവൽക്കരിക്കാൻ നിർദ്ദേശിച്ച് മൊറാർജി ദേശായി അധ്യക്ഷനായ 1ാം ഭരണപരിഷ്കാര കമ്മീഷൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് റിപ്പോർട്ട് നൽകിയ വർഷം 1966 ഒക്ടോബർ 20. 2010 കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ലോക്പാലിന്റെ കരട് ബില്ല് അഴിമതി തടയാൻ അപര്യാപ്തമാണ് എന്ന് ആരോപിച്ച് അഴിമതി വിരുദ്ധ പ്രവർത്തകർ രൂപവൽക്കരിച്ച സംഘടനയാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ. 2010 കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ലോക്പാലിന്റെ കരട് ബിൽ അഴിമതി തടയാൻ അപര്യാപ്തമാണ് എന്ന് ആരോപിച്ച് ലോക്പാലിന്റെ കരട് ബില്ല് അഴിമതി തടയാൻ അപര്യാപ്തമാണ് എന്ന് ആരോപിച്ച് അഴിമതി വിരുദ്ധ പ്രവർത്തകർ രൂപവൽക്കരിച്ച സംഘടനയാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ. UPA സർക്കാർ ലോക്പാൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? 2011 ഡിസംബർ 22. UPA സർക്കാർ ലോക്പാൽ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2011 ഡിസംബർ 22. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ്. ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ആദ്യ ലോക്പാലിനെ നിയമിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2013 ഡിസംബർ 17. ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2013 ഡിസംബർ 17. ലോക്പാൽ ബില്ല് ലോക്സഭ പാസാക്കിയത് 2013 ഡിസംബർ 18.
ലോക്പാൽ ബില്ല് ലോക്സഭ പാസാക്കിയത് 2013 ഡിസംബർ 18. ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2013 ഡിസംബർ 17. അവിടുന്ന് പിറ്റേ ദിവസം ലോക്പാൽ ബില്ല് ലോക്സഭ പാസാക്കി 2013 ഡിസംബർ 18. ലോക്പാൽ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2014 ജനുവരി 1. ലോക്പാൽ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2014 ജനുവരി 1. ലോക്പാൽ ആൻഡ് ലോകയുക്താസ് ആക്ട് 2013 നിലവിൽ വന്നതെന്ന് 2014 ജനുവരി 16. ലോക്പാൽ ആൻഡ് ലോകയുക്താസ് ആക്ട് 2013. ലോക്പാൽ ആൻഡ് ലോകയുക്താസ് ആക്ട് 2013 നിലവിൽ വന്നത് 2014 ജനുവരി 16. ലോക്പാൽ ആൻഡ് ലോകയുക്താസ് ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി പ്രണബ് മുഖർജി. ലോക്പാൽ ആൻഡ് ലോകയുക്താസ് ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി പ്രണബ് മുഖർജി. ലോക്പാൽ സ്ഥാപിതമായതെന്ന് 2019 മാർച്ച് 19. ലോക്പാൽ സ്ഥാപിതമായത് 2019 മാർച്ച് 19. ഇന്ത്യയിലെ രണ്ടാമത്തെ ലോക്പാൽ പ്രദീപ് കുമാർ മൊഹന്തി. ഇന്ത്യയിലെ രണ്ടാമത്തെ ലോക്പാൽ പ്രദീപ് കുമാർ മൊഹന്തി. ലോക്പാലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ലോക്പാലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ലോക്പാൽ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് LM സിംഗ്വി. ലോക്പാൽ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് LM സിംഗ്വി. കേന്ദ്ര സർക്കാരിലും അനുബന്ധ സംവിധാനങ്ങളിലുമുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ലോക്പാൽ. കേന്ദ്ര സർക്കാരിലും അനുബന്ധ സംവിധാനങ്ങളിലുമുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ലോക്പാൽ. ലോക്പാലിലെ അംഗങ്ങൾക്ക് പദവി ഒഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടുള്ളത്? 5 വർഷം. ലോക്പാലിലെ അംഗങ്ങൾക്ക് പദവി ഒഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാലാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പാടുള്ളത്. ലോക്പാൽ എല്ലാ വർഷവും ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? രാഷ്ട്രപതി. ലോക്പാൽ എല്ലാ വർഷവും രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ ലോക്പാൽ പാനലിലെ അംഗങ്ങളുടെ എണ്ണം 9. ചെയർപേഴ്സൺ ഉൾപ്പെടെ ലോക്പാൽ പാനലിലെ അംഗങ്ങളുടെ എണ്ണം 9. ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ജനങ്ങളുടെ സംരക്ഷകൻ. ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ ലോക്പാൽ എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം ജനങ്ങളുടെ സംരക്ഷകൻ. ലോക്പാൽ സമിതിയുടെ അധ്യക്ഷനോ അംഗമോ ആകുന്ന വ്യക്തിയുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 45 വയസ്സ്. ലോക്പാൽ സമിതിയുടെ അധ്യക്ഷനോ അംഗമോ ആകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 45 വയസ്സ്. ലോക്പാൽ അംഗങ്ങളെ നിയന്ത്രിക്കുന്നത് ആര്? രാഷ്ട്രപതി. ലോക്പാൽ അംഗങ്ങളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രപതി. ലോക്പാൽ സമിതിയുടെ അധ്യക്ഷന്റെ അല്ലെങ്കിൽ അംഗത്തിന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ലോക്പാൽ സമിതിയുടെ അധ്യക്ഷന്റെ അല്ലെങ്കിൽ അംഗത്തിന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പൊ ചോദിക്കട്ടെ, ഈ ലോക്പാൽ സമിതിയുടെ അധ്യക്ഷനോ അംഗമോ ആകുന്ന വ്യക്തിയുടെ ഏറ്റവും കുറഞ്ഞ പ്രായം 45 വയസ്സ്. അതിന്റെ അധ്യക്ഷന്റെ അല്ലെങ്കിൽ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ലോക്പാൽ ചെയർപേഴ്സൺ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതി. ലോക്പാൽ ചെയർപേഴ്സൺ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ലോക്പാലായി നിയമിക്കപ്പെടുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി എത്ര വയസ്സാണ്? 70 വയസ്സ്. ലോക്പാലായി നിയമിക്കപ്പെടുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി എത്ര വയസ്സാണ്? 70 വയസ്സ്. ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5. ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5. ലോക്പാലിലെ അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ ഏത് പദവിക്ക് തുല്യമാണ്? സുപ്രീം കോടതി ജഡ്ജി. ലോക്പാലിലെ അംഗങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ സുപ്രീം കോടതി ജഡ്ജി എന്ന പദവിക്ക് തുല്യമാണ്. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തി ലോക്പാൽ ഫുൾ ബെഞ്ചിൽ എത്ര പേരുടെ പിന്തുണ വേണം? 3-ൽ 2. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ ലോക്പാൽ ഫുൾ ബെഞ്ചിൽ 3-ൽ 2 പേരുടെ പിന്തുണ വേണം. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ ലോക്പാൽ ഫുൾ ബെഞ്ചിൽ 3-ൽ 2 പേരുടെ പിന്തുണ വേണം. ലോക്പാൽ നിയമത്തിൽ ലോക്പാൽ രൂപവൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത്? 3. ലോക്പാൽ നിയമത്തിൽ ലോക്പാൽ രൂപവൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3. ലോക്പാലിന്റെ ഘടനയിൽ ജുഡീഷ്യൽ നോൺ ജുഡീഷ്യൽ അംഗങ്ങൾ ഏത് അനുപാതത്തിലാണുള്ളത്? 50% വീതം. ലോക്പാലിന്റെ ഘടനയിൽ ജുഡീഷ്യൽ നോൺ ജുഡീഷ്യൽ അംഗങ്ങൾ 50% എന്ന അനുപാതത്തിലാണ് ഉള്ളത്.
പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ കൂടാതെ ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന അംഗമാരെ നിയമവിദഗ്ധൻ. പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ കൂടാതെ ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന അംഗമാരാണ് നിയമ വിദഗ്ധൻ. അടുത്തത് നമുക്ക് നിയമനിർമ്മാണ സഭകളും അംഗബലവും എന്ന ടോപ്പിക്കിനെ കുറിച്ച് നോക്കാം. ഭരണഘടന പ്രകാരം പരമാവധി എത്ര ലോക്സഭാ അംഗങ്ങളാകാം? 550. ഭരണഘടന പ്രകാരം പരമാവധി 550 ലോക്സഭാംഗങ്ങളാകാം. നിലവിലെ ആകെ ലോക്സഭ സീറ്റുകളുടെ എണ്ണം 543. നിലവിലെ ആകെ ലോക്സഭ സീറ്റുകളുടെ എണ്ണം 543. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 524. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 524. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 19. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 19. ഭരണഘടന പ്രകാരം പരമാവധി എത്ര രാജ്യസഭാ അംഗങ്ങളാകാം? 250. ഭരണഘടന പ്രകാരം പരമാവധി 250 രാജ്യസഭാ അംഗങ്ങളാവാം. നിലവിലത്തെ ആകെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 245. നിലവിലെ ഇപ്പോൾ 245 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 225. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 225. ആകെ പാർലമെന്റുകളുടെ എണ്ണം 788. അതെങ്ങനെയാണ് 788 വന്നേ? ലോക്സഭ 543 രാജ്യസഭ 245. അങ്ങനെയാണ് ആകെ പാർലമെന്റുകളുടെ എണ്ണം 788 വന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 8. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 8. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 12. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 12. ലോക്സഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ പ്രാതിനിധ്യത്തിന് വ്യവസ്ഥയില്ല. ലോക്സഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ പ്രാതിനിധ്യത്തിന് വ്യവസ്ഥയില്ല. ഭരണഘടന പ്രകാരം പരമാവധി എത്ര പാർലമെന്റ് അംഗങ്ങൾ വരെ ആകാം? 800. ഭരണഘടന പ്രകാരം പരമാവധി 800 പാർലമെന്റ് അംഗങ്ങൾ വരെയാകാം. പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 12. പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 12. ലോക്സഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 47. ലോക്സഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 47. ലോക്സഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 84. ലോക്സഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 84. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 4. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 4. ജമ്മു കാശ്മീരിൽ നിന്ന് എത്ര പാർലമെന്റ് അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെടുക? 9. ജമ്മു കാശ്മീരിൽ നിന്ന് എത്ര പാർലമെന്റ് അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെടുക? 9. ജമ്മു കാശ്മീരിൽ നിന്ന് 9 പാർലമെന്റ് അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെടുക. 5+4 എന്നുള്ള രീതിയിൽ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പഠിച്ചത് ലോക്പാലിനെ കുറിച്ചിട്ടായിരുന്നു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.